എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 4 ലക്ഷത്തിന് പുതിയ ഇലക്ട്രിക് കാർ EV വിപണി പിടിക്കുവാനുള്ള മാരുതിയുടെ 4 രഹസ്യായുധങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യൻ നിരത്തുകൾ അടക്കി വാഴുന്ന മാരുതി സുസുക്കി IC എഞ്ചിൻ കാർ വിഭാഗത്തിലെ തങ്ങളുടെ ആധിപത്യം ഇലക്ട്രോണിക് വിപണിയിലേക്കും വ്യാപിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് 4 പുത്തൻ ഇലക്ട്രിക് കാറുകൾ അണിയറയിൽ ഒരുക്കുകയാണ്. വെറും 4 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാവുന്ന ബഡ്ജറ്റ് EV മുതൽ കുടുംബാംഗങ്ങൾക്കായിട്ട് 7 സീറ്റർ ഇലക്ട്രിക് MPV വരെ നീളുന്ന മാരുതിയുടെ ഈ മാസ്റ്റർ പ്ലാൻ ഇന്ത്യൻ വാഹന വിപണിയെ ഒന്നാകെ ഞെട്ടിക്കുമെന്ന് ഉറപ്പാണ്. ടാറ്റയുടെയും മഹീന്ദ്രയുടെയും കുത്തക തകർക്കുവാൻ മാരുതി ഒരുക്കുന്ന ആ വിസ്മയങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യൻ വാഹന വിപണിയിലെ 1ാം സ്ഥാനക്കാരായിട്ടുള്ള മാരുതി സുസുക്കി ഇലക്ട്രിക് വാഹന വിപണിയിലും ആധിപത്യം ഉറപ്പിക്കുവാനുള്ള വമ്പൻ നീക്കത്തിലാണ്. തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് കാറായിട്ടുള്ള ഈ വിറ്റാര അവതരിപ്പിച്ചതിന് പിന്നാലെ 2031 4 പുതിയ ഇലക്ട്രിക് മോഡലുകൾ കൂടി പുറത്തിറക്കുവാനാണ് കമ്പനി ലക്ഷ്യം വയ്ക്കുന്നത്. ഓരോ വർഷവും ഓരോ പുതിയ ഇലക്ട്രിക് കാർ എന്ന രീതിയിൽ വിപണി പിടിക്കുവാനാണ് മാരുതിയുടെ പ്ലാൻ. മാരുതിയുടെ രണ്ടാമത്തെ ഇലക്ട്രിക് വാഹനം ഒരു 7 സീറ്റർ MPV ആയിരിക്കും. OMC എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഈ വാഹനം കിയ കാരൻസ് ക്ലാവിസ് EVയുടെ എതിരാളികളായിരിക്കും. ഏകദേശം 17 ലക്ഷം രൂപ പ്രാരംഭ വില പ്രതീക്ഷിക്കാവുന്ന ഈ വാഹനം ബാറ്ററി ആസ് എ സർവീസ് സ്കീമിൽ ലഭ്യമാകുവാൻ സാധ്യതയുണ്ട്. ബാറ്ററി അടക്കമുള്ള വില നൽകാതെ ഓടുന്ന കിലോമീറ്ററിന് വാടക നൽകുന്ന ഈ പദ്ധതിക്ക് കീഴിൽ ലഭ്യമായാൽ ഇലക്ട്രിക് MPVയുടെ പ്രാരംഭ വില 12 ലക്ഷം രൂപയായിട്ട് കുറയുവാൻ സാധ്യതയുണ്ട്. OMC ഇലക്ട്രിക് MPV 2 ബാറ്ററി ഓപ്ഷനുകളിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 49 kWh, 61.1 kWh എന്നീ ബാറ്ററി പാക്ക് ഓപ്ഷനുകളായിരിക്കും പുതിയ EVയിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഈ സീറോ എമിഷൻ വാഹനം ഫുൾ ചാർജിംഗിൽ ഏകദേശം 400 മുതൽ 500 കിലോമീറ്റർ വരെ റേഞ്ച് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 കിലോമീറ്റർ ഓടിക്കുവാൻ വെറും 1 രൂപ മുതൽ 1.5 രൂപ വരെ മാത്രമേ ചിലവ് വരൂ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കോമ്പാക്ട് സെഗ്മെന്റിൽ ടാറ്റ നെക്സോൺ EVക്ക് പകരക്കാരനായിട്ട് ബ്രൈസ് അല്ലെങ്കിൽ ഫ്രോങ്കസ് എന്നിവയുടെ ഇലക്ട്രിക് പതിപ്പും മാരുതി പുറത്തിറക്കുന്നതാണ്. ഇതിന്റെ പ്രാരംഭ വില 12 ലക്ഷം രൂപയായിരിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.